തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തുടർച്ചയായി ക്ലീൻ ചീട്ട് നൽകുന്ന നടപടിക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളിൽ വിയോജിപ്പ്. ഇതേ തുടർന്ന് 3 അംഗ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗം അശോക് ലവാസ 2 ആഴ്ചയായി യോഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. തന്റെ ന്യൂനപക്ഷ അഭിപ്രായം സ്വീകരിക്കാത്തതിനാലാണ് താൻ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്നും ലവാസ ഇതിനോട് പ്രതികരിച്ചു. മറ്റ് പാർട്ടികൾക്കും നേതാക്കന്മാർക്കുമെതിരെ തുടർച്ചയായി പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് 6 കേസുകളിൽ മോദിക്ക് കമ്മീഷൻ ക്ലീൻ ചീട്ട് നൽകിയത്. മോദിക്കും BJPയുടെ അമിത്ഷാ അടക്കമുള്ള നേതാക്കളോടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മൃദു സമീപനം സ്വീകരിക്കുകയാണ് എന്ന കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളെല്ലാം നേരത്തെ മുതൽ ആരോപിക്കുന്നതാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുനിൽ അറോറ, കമ്മീഷണർമാരായ അശോക് ലവാസ, സുശീൽ ചന്ദ്ര എന്നിവരടങ്ങുന്ന പാനലാണ് തിരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന്റെ കാവൽക്കാർ. പല കാര്യങ്ങളിലും ഏക തീരുമാനമെടുക്കുന്ന പാനലിൽ ചില കാര്യങ്ങളിൽ ഭൂരിപക്ഷം അനുസരിച്ചാണ് നിലപാടെടുക്കുന്നത്. ന്യൂനപക്ഷ തീരുമാനങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടാത്തതിനാൽ താൻ ഫുൾ കമ്മീഷൻ സിറ്റിംഗിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന് കാണിച്ച് ഈ മാസം 4-ന് ലവാസ മുഖ്യ കമ്മീഷണർക്ക് കത്ത് നൽകി. തന്റെ തീരുമാനം രേഖപ്പെടുത്താത്തതിനാൽ മീറ്റിംഗിലെ ചർച്ചകളിലുള്ള നിലപാടുകൾ അർത്ഥമില്ലാതാകുന്നുവെന്നും അതുകൊണ്ട് വിട്ടുനിൽക്കുകയാണെന്നാണ് ലവാസ നൽകിയ കത്തിൽ പറയുന്നത്. എന്നാൽ ക്വാസി ജുഡീഷ്യൽ വിഷയങ്ങളുടെ ചർച്ചകളിൽ മാത്രമേ ന്യൂനപക്ഷ അഭിപ്രായം റെക്കോർഡ് ചെയ്യപ്പെടുകയുള്ളൂ എന്നും പോൾ കോഡ് ലംഘനം ഇതിന്റെ പരിധിയിൽ വരുന്നില്ല എന്നുമാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.